ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിന്ദു മിത്തോളജിയിലെ ത്രിദേവതാ സങ്കല്പത്തെ കുറിച്ചാണ്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ, സരസ്വതി, ലക്ഷ്മി, പാർവതിമാർ എന്നിവരാണ് ഹിന്ദു മിത്തോളജിയിലെ ത്രിമൂർത്തി സങ്കല്പത്തിൽ വരുന്ന ദേവതകൾ. ഇവരെല്ലാവരെയും കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിവുള്ളതാണ്. എന്നാലും ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്ഷേത്രങ്ങളിലും പൂജാമുറികളിലും വെച്ചാരാധിക്കുന്ന ത്രിദേവന്മാരെയോ ത്രിദേവിമാരെയോ കുറിച്ചല്ല, നമ്മുടെ ത്രിദേവതാ സങ്കല്പത്തെ കുറിച്ചാണ്. ബ്രഹ്മാവിൽ നിന്ന് നമുക്ക് തുടങ്ങാം അല്ലെ. ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ സൃഷ്ടിയുടെ കാരകനാണ്. ബ്രഹ്മാവിന്റെ ഭാര്യ സരസ്വതി ദേവിയും. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് എന്തുകൊണ്ടാണ് ഇത്രയും വയസ്സായ മുതുമുത്തശ്ശന്റെ പ്രായമുള്ള ഒരാൾക്ക് ഇത്രയും സുന്ദരിയായ ചെറുപ്പക്കാരിയായ സരസ്വതി ദേവിയെ പോലെയുള്ള ഒരു സുന്ദരിനെ ഭാര്യയായി കിട്ടിയിട്ടുള്ളതെന്ന്? അത് വളരെ ലളിതമായി പറയുകയാണെങ്കിൽ ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ സൃഷ്ടിയുടെ കാരകനാണ് എന്ന് പറഞ്ഞില്ലേ. അതായത് നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിനെ കുറിച്ച് വ്യക്തമായ ഒരു അറിവും ധാരണയും വേണം. അറിവിനെയാണ് നമ്മൾ സരസ്വതി ദേവിയായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മാവിന്റെ ഭാര്യനെ സരസ്വതി ദേവിയായിട്ട് സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത്. കാരണം നമുക്ക് അറിവില്ലാതെ ഏതൊരു കാര്യവും പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാൻ ഇറങ്ങി പുറപ്പെടാൻ സാധിക്കില്ല. ബ്രഹ്മാവിനെ നമ്മൾ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലെ പ്രാഥമിക ചക്രങ്ങളായ മൂലാധാര ചക്രയുടെയും സ്വാധിഷ്ഠാന ചക്രയുടെയും അതിദേവതയായിട്ടാണ് കണക്കാക്കുന്നത്. രണ്ടാമത്തെ ദേവതാ സങ്കല്പം മഹാവിഷ്ണുവും മഹാലക്ഷ്മിയുമാണ്. നമുക്കറിയാം പൈസ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചു. ആ തുടങ്ങി വെച്ച കാര്യത്തിൽ നിന്ന് നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഏണിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ പ്രസ്ഥാനം മുന്നോട്ട് നടത്തി കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു വ്യവസായം അതിനെ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ പൈസ അത്യാവശ്യമാണ്. പൈസ മാത്രം ഉണ്ടായാൽ പോരാ, നമുക്ക് മുന്നോട്ട് വരുന്ന തടസ്സങ്ങളെയും ശത്രുക്കളെയും എല്ലാം അവിടെ നിന്ന് വാനിഷ് ചെയ്യണം. അതുകൊണ്ടാണ് സ്ഥിതി സംരക്ഷകനായ മഹാവിഷ്ണുവും ഐശ്വര്യത്തിന്റെ ദേവതയായ മഹാലക്ഷ്മിയും കൂടി ഭാര്യ ഭർത്തൃ സങ്കല്പത്തിൽ നമ്മൾ പൂജിക്കുന്നത്. ഇവര് രണ്ടുപേരും നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ മണിപൂരക ചക്രത്തിലും അനാഹത ചക്രത്തിലുമാണ് വിളങ്ങുന്നത്. ഈ രണ്ട് ചക്രങ്ങളും വിഷ്ണു ഭഗവാന്റെ അധീനതയിൽ പെടുന്നതാണ്. വിഷ്ണു ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവിയും ഉണ്ട്. നമുക്ക് ഒരു പ്രസ്ഥാനം നമ്മൾ തുടങ്ങി വെച്ചു, അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടായി, അത് നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, മനസമാധാനമായിട്ട് ഭക്ഷണം കഴിക്കുക, സ്വസ്ഥമായി കിടന്നുറങ്ങുക, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയിൽ ചെയ്യുക എന്നതല്ലേ. അപ്പൊ അവിടെയാണ് ശിവഭഗവാനും പാർവതി ദേവിയും വരുന്നത്. പാർവതിയെ നമ്മൾ അന്നപൂർണ സങ്കല്പത്തിലും ആരാധിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ശിവനും പാർവതിയൊക്കെ സന്തോഷം വരുമ്പോൾ ആനന്ദനൃത്ത ചവിട്ടി എന്ന് പറയുന്നത്. കാരണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിറവേറിയിട്ടുണ്ട്. സൂക്ഷ്മ ശരീരത്തിൽ ശിവൻ വിശുദ്ധി ചക്രയുടെയും ആഗ്നേയചക്രത്തിന്റെയും അതിദേവതയാണ്. അതുകൊണ്ടാണ് ശിവന്റെ കഴുത്തിൽ നീല നിറവും പുരികത്തിന്റെ നടുക്ക് തൃക്കണ്ണും കാണുന്നത്. അതായത് വിശുദ്ധി ചക്രം എന്നുള്ളത് സത്യസന്ധതയെ കുറിക്കുന്നു. വിശുദ്ധി ചക്രം ഓപ്പൺ ആയിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ സത്യം പറയാൻ പറ്റുള്ളൂ എന്നത് നമുക്കറിയാം. ഹിന്ദു ദേവതാ സങ്കല്പത്തിലെ ഏറ്റവും നിഷ്കളങ്കനായ ദേവനാണെന്നുള്ളത്. നിഷ്കളങ്കത എന്നുള്ളത് അദ്ദേഹത്തിന്റെ സത്യസന്ധത തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വിശുദ്ധി ചക്രം ഓപ്പൺ ആയി ഇരുന്നാൽ മാത്രമേ നമുക്ക് അവിടെ സത്യം പറയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പറ്റുള്ളൂ. ആജ്ഞാചക്രയിലേക്ക് വരുന്ന സമയത്ത് തൃക്കണ്ണ് തുറന്ന് കാണിക്കുന്നുണ്ട്. ആജ്ഞാചക്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡ്യൂഷനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചക്രമാണ്. ആജ്ഞാചക്രം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനും ഭാവിയിലേക്കുള്ള ഉൾക്കാഴ്ചയോടെ ലൈഫിൽ മുന്നേറാനും സാധിക്കുകയുള്ളൂ. ശിവനെ മാത്രമല്ല, മഹാഭാരതത്തിൽ അശ്വത്ഥാമാവിനെ നമുക്ക് തൃക്കണ്ണനായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് അവരെല്ലാം ഹൈലി ഇൻഡ്യൂട്ടീവ് പവറുള്ള വ്യക്തികളായിരുന്നു എന്നുള്ളതാണ്. ഇനി സൂക്ഷ്മ ശരീരത്തിൽ ഈ 6 ചക്രങ്ങൾക്കും മുകളിലായി സഹസ്രാര ചക്ര എന്നൊരു ചക്രം കൂടിയുണ്ട്. ആ ചക്രം എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചമായിട്ടുള്ള ഒരു കോഡ് കണക്ഷനാണ്. സഹസ്രാര ചക്ര ഉണർന്നിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് പ്രപഞ്ചത്തിന്റെ മുന്നറിയിപ്പുകളും പ്രപഞ്ചമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. സഹസ്രാര ചക്രം ആക്റ്റീവ് ആയിരിക്കുന്ന വ്യക്തികൾക്കാണ് യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും യൂണിവേഴ്സിൽ നിന്നുള്ള മെസ്സേജുകളെ മനസ്സിലാക്കി അതിനെ ഡീകോഡ് ചെയ്യാനും പറ്റുന്നത്. വീഡിയോയിൽ കാണുന്നതായിരിക്കും. നമസ്തേ.